ഇന്ന് ഈ വീഡിയോയിലൂടെ കാണിക്കുന്നത് മൈക്രോവേവ് ഓവനിലൂടെ എങ്ങനെ ഉപ്പുമാവ് ഉണ്ടാക്കാം എന്നുള്ളതാണ്. അതിനായി ഇങ്ങനൊരു കപ്പിൽ 1 കപ്പ് റവ എടുത്തിട്ടുണ്ട്. ഇതിനെ ഒരു 2 മിനിറ്റ് നേരം മൈക്രോവേവ് ഓവനിൽ നമുക്ക് റോസ്റ്റ് ചെയ്യാം. ഗ്ലാസ് ബൗളിലോട്ടിടുന്നു, ഓവനിലോട്ട് വയ്ക്കുന്നു, 2 മിനിറ്റ് നേരത്തേക്ക് കൊടുക്കണം. എടുക്കുകയാണ്. രണ്ട് മിനിറ്റായി നമ്മളിത് റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് വേണ്ടുന്ന വെജിറ്റബിൾസാണ്. അതിനായിട്ട് ഞാൻ ക്യാരറ്റ്, സവോള, ഇഞ്ചി ഇത്രയുമേ എടുത്തുള്ളൂ. ഇതിനകത്ത് നമുക്ക് കാബേജ് ചേർക്കാം, ബീൻസ് ചേർക്കാം, നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ ചേർക്കാം. വെജിറ്റബിൾ കൂടുന്നത് നല്ലതല്ലേ. അപ്പോൾ ഇതിനെ നമുക്കൊന്ന് ഒരു ശകല എണ്ണ ഒഴിച്ച് ഒരു 3 മിനിറ്റ് കൊടുക്കാം. അല്പം എണ്ണ ഒഴിക്കുകയാണ്, എന്നിട്ട് 3 മിനിറ്റ് കൊടുക്കാം. ഓവനിലോട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഒരു 3 മിനിറ്റ് കൊടുക്കാം. ഞാൻ പറഞ്ഞ 3 മിനിറ്റ് ഇപ്പോഴാകും. അതിനുശേഷം ഓവനിൽ നിന്ന് മാറ്റാം. ഇനി ചെയ്യേണ്ടത് നമ്മൾ വഴറ്റിയ ഈ വെജിറ്റബിൾസ് ഇതിനകത്തോട്ട് ഇടുക. ഇതിനകത്ത് പച്ചമുളക് ചേർക്കാം, ഇഞ്ചി ചേർക്കാം, തേങ്ങ വേണ്ടിയവർക്ക് തേങ്ങ ചേർക്കാം, പിന്നെ കാബേജ്, ബീൻസ് ഇതെല്ലാം നമുക്ക് ഇതിനകത്ത് ചേർക്കാം. ഞാൻ പക്ഷെ അതൊന്നും ചെയ്തിട്ടില്ല. ഞാൻ ക്യാരറ്റും സവോളയും ഇഞ്ചിയും മാത്രമേ ചെയ്തിട്ടുള്ളൂ കേട്ടോ. ഇനി നമ്മൾ എടുത്ത മെഷർമെൻറ്റിലെ റവയില്ലേ, ഗ്ലാസ്സത്തെ, അതിനകത്തെ ആ സെയിം അളവ് തന്നെ വെള്ളം നമ്മളിതിലോട്ട് മിക്സ് ചെയ്യണം. ഈ വെള്ളത്തിൽ മഞ്ഞളും ഉപ്പും ചേർത്തിട്ടുണ്ട്. റവ എടുത്ത അതേ മെഷർമെൻറ്റ് കപ്പിൽ തന്നെ എത്ര റവ ഇത്ര എടുത്തുള്ളെങ്കിൽ അത്രയുമേ വെള്ളം ചേർക്കാവൂ. ഇത് ഞാൻ 1 ഗ്ലാസ് റവ എടുത്തിരുന്നു, അതുകൊണ്ട് അത്രയും അളവിൽ മഞ്ഞളും ഉപ്പും ചേർത്ത വെള്ളം ഒഴിച്ച് ഇളക്കുന്നു. അപ്പം ഞാനിതെല്ലാം കൂടെ ചേർത്ത് മിക്സ് ചെയ്തു. അതിനകത്ത് കറിവേപ്പില ഇടുന്നു, ഒന്നുകൂടെ ഇളക്കുന്നു. മിക്സ് ചെയ്ത് കഴിയുമ്പം ഇങ്ങനൊരു കൺസിസ്റ്റൻസി ആയിരിക്കും നമുക്ക് കിട്ടുന്നത് കേട്ടോ. ആ അളവ് വെള്ളമേ ചേർക്കാം കേട്ടോ, അല്ലെങ്കിൽ കട്ട പിടിക്കും. ഓക്കെ, ഇനി നമ്മൾ ഇത് ഓവനിനകത്തോട്ട് നമുക്കൊരു ആദ്യം ഒരു 3 മിനിറ്റ് കൊടുക്കാം. ഓവനിലേക്ക് ഒരു 3 മിനിറ്റ് നേരത്തേക്ക് നമുക്ക് കൊടുക്കാം. ഇങ്ങനെ ഓവനിലൂടെ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് പല പല ഗുണങ്ങളുണ്ട്. നമ്മൾ ഇളക്കാൻ നിൽക്കേണ്ട, ടൈം ലാഭം, പിന്നെ കട്ട പിടിക്കത്തില്ല, അധികം എണ്ണ വേണ്ട. മറ്റേ നമ്മൾ വഴറ്റാൻ ഒത്തിരി എണ്ണയൊക്കെ വേണം. ഇതിന് അതൊന്നും വേണ്ട. ടേസ്റ്റ് വളരെ നല്ലതാണ്. മറ്റേതിനെക്കാട്ടിലും വളരെ കട്ട പിടിക്കത്തേ ഇല്ല. പിന്നെ നമുക്ക് ടൈം ഒത്തിരി ലാഭമാണ്. മറ്റേ എത്ര നേരം എടുക്കും, ഇതിനങ്ങനെ ടൈം പോകുന്നില്ല നമുക്ക്. ഞാൻ പറഞ്ഞ ആ 3 മിനിറ്റ് ടൈം ആയിട്ടുണ്ട്. നമുക്ക് ഓവനിൽ നിന്ന് ഇത് മുറിക്കാം. ഓവനിൽ നിന്ന് എടുത്തപ്പോൾ ഇങ്ങനെയുണ്ട്. ഇതിനെ ഒന്ന് ഇളക്കിയിട്ട് ഒന്നുകൂടെ നമുക്ക് വെക്കണം കേട്ടോ. ആണ്ടേ ഇങ്ങനെ ഇളക്കി എല്ലാ ഭാഗവും ഇളക്കി മാറ്റിയിട്ട് 3 മിനിറ്റ് കൊടുത്ത് ഞാൻ ഇളക്കിയതാണ്. ഇനി ഒരു 1 മിനിറ്റോ 2 മിനിറ്റോ കൊടുത്താൽ ഇത് വെന്തതാണ്. പിന്നെ 1 മിനിറ്റ് കൂടെ കൊടുക്കാം. ഒന്നുകൂടെ ഓവനിലിട്ട് വെക്കുന്നു. 1 മിനിറ്റ് കൊടുക്കാം. ഇത് കുറച്ച് അളവുള്ളതുകൊണ്ട് 1 മിനിറ്റിന് ആവശ്യമുള്ളൂ. പറഞ്ഞ 1 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഒരു മിനിറ്റായി ഞാൻ എടുത്തു. കണ്ടേ, ഒട്ടും കട്ടയില്ല. കണ്ടോ, ഒന്ന് ഇളക്കിയിട്ട് നമുക്ക് സെർവ് ചെയ്യാം കേട്ടോ. ടൈം ലാഭം, കട്ട പിടിക്കുന്നില്ല, നമ്മൾ ഇളക്കിക്കൊണ്ട് ഇരിക്കുകയേ വേണ്ട, അടി പിടിക്കുന്നില്ല, എണ്ണയും അധികം വേണ്ട. ഓക്കെ, നോക്കൂ, കണ്ട പൊടി പൊടിയായിട്ട് കണ്ട.
ഈ അളവ് 2 പേർക്ക് തികയും കേട്ടോ. ഇതുണ്ടോ, ഒട്ടും കട്ട പിടിക്കുന്നില്ല, നല്ല ടേസ്റ്റുമാണ്. നമുക്ക് സമയമില്ല, അപ്പോൾ ആ സമയത്ത് നമുക്ക് വേറെ എന്തെങ്കിലും ജോലി ചെയ്യാം. മറ്റേതാണെങ്കിൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. കണ്ടോ, സ്വാദിഷ്ടമായ ഉപ്പുമാവ്. വറക്കണ്ട, നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കേണ്ട. ഇത് നമ്മൾ റോസ്റ്റഡ് റവയാണ് മേടിച്ചത്. പക്ഷേ ഞാൻ കട്ട ഒട്ടും പിടിക്കണ്ടല്ലോ എന്നോർത്തുകൊണ്ടാണ് 2 മിനിറ്റ് ഓവനിൽ കൊടുത്തത്. അല്ലെങ്കിൽ നമുക്ക് അല്ലാതെ തന്നെ ചെയ്യാം. ഇപ്പോൾ ഒന്നുകൂടെ റോസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾ കഴിക്കാം, കാബേജ്, ബീൻസ് എല്ലാം ചേർക്കാം. വീഡിയോ ലെന്തി ആകാതിരിക്കാൻ വേണ്ടിയാണ് ഞാനെല്ലാം അരിഞ്ഞ് റെഡിയാക്കി വെച്ചിരുന്നത്. ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. ഓക്കെ, താങ്ക് യു.